ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതപ്പോൾ ഇതിപ്പം മീനുകളൊക്കെ കടിച്ചിട്ട് കാലൊക്കെ തീർക്കുമല്ലപ്പാ. ഇതെവിടെ അറിയ സ്ഥലം? ഇത് ഞങ്ങളെ തിരൂർ നാട്ടിലെ ഒരു പാർക്ക്, അഥവാ നിള പാർക്കാണ് ഇപ്പോഴത്തെ പേര്. ഇത് കോരങ്ങത്ത് മൈതാനത്തിലുള്ള ഒരു പാർക്കിലുള്ള പെറ്റ് സ്റ്റേഷനാണ്. നിങ്ങൾ പരിചയപ്പെടുത്താനാണ് വന്നത്. അടിപൊളിയാണ്. അയ്യോ, എൻ്റെ കാലൊക്കെ കടിച്ച് തീർക്കുന്നു. എൻ്റെ അമ്മോ, ഭയങ്കര രസമുണ്ട്. കാലിന് ഫുള്ള് റിലാക്സ് ആയിട്ട് 1 മണിക്കൂറായി ആയിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ടാങ്ക് കൂടി ഉണ്ട്. അവിടുത്തെ വലിയ മീനാണ് തോന്നുന്നത്. ഇവിടെ 30 രൂപ കയറാൻ. 30 രൂപ. പാർക്കൊന്നും അത്ര സംഭവമൊന്നുമില്ല. പാർക്കൊക്കെ നോർമൽ പാർക്കാണ്. ഇവിടുത്തെ ഈ പെറ്റ് സ്റ്റേഷനിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 30 രൂപ ഉള്ളൂ കയറാൻ. കയറി കഴിഞ്ഞാൽ ഇവിടെ മീനിൻ്റെ സ്പാ ഉണ്ട്. നമ്മളെ കാലിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ കടിച്ച് തന്നു. അയ്യോ, ഇക്കിളി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ കുറേ താറാവുണ്ട്, കോഴികളുണ്ട്. വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്നാലും നമുക്കൊരു ഒഴിവ് സമയത്ത് വന്നിരുന്ന് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഇതൊക്കെ അറിയാം, നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ കാലിൽ മീൻ കടിച്ച് തിന്നൊക്കെ ചില ഈ പാർക്കിലൊക്കെ ഉണ്ടാവും. അത് നമ്മളങ്ങനെ ഞാൻ പോയിട്ടില്ല, എന്നാലും പോകാത്തതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ അടിപൊളിയാണ്. കാലൊക്കെ കടിച്ച് അമ്മ കിക്കിളിയാവുന്നറിയോ. വെർത്താണ്. 30 രൂപ ഉള്ളൂ. 30 രൂപ കൊണ്ട് ഇത്രയ്ക്കും നല്ല അടിപൊളി സ്പാ കിട്ടുന്നത് അത് വേറെ എവിടെ ക്യാഷ് കൊടുത്താലും പോലും കിട്ടില്ല. അവിടെ എൻ്റെ മകളുണ്ട്. അവിടെ നിൽക്കുന്ന അതാ മകളതാ അവിടെ നിന്നിട്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുണ്ട്, എൻ്റെ വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഭയങ്കര റിലാക്സ് ആയിട്ട് 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി അവിടെ ഇരിക്കാൻ തുടങ്ങിയത്. കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല കടിച്ച് കയറുന്നുണ്ട് കേട്ടോ. എൻ്റെ കാലിലെടുത്ത ചളികളൊക്കെ കടിച്ച് തിന്നുന്നുണ്ട്. നല്ല ഒരു ഇക്കിളി വരുന്ന ഇത് തന്നെയുണ്ട്. 30 രൂപക്ക് ഇതൊക്കെ വെർത്താണ് കേട്ടോ. 30 രൂപയ്ക്ക് ഇത് ഇൻക്ലൂഡാണ്, ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് വർത്താനോ പറഞ്ഞ് മൊബൈൽ നോക്കിയിരിക്കുക. അല്ലെങ്കിൽ അതവിടെ ശശികൊക്കുകളുണ്ട്, 2-3 ശശികൊക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ശശികൊക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അപ്പുറത്ത് അങ്ങനെയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ മോളാണ്. എൻ്റെ വൈഫുണ്ട് അവിടെ. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ അവിടെ അലിഗേറ്റർ ആണോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ അരാപ്പയമാണ്. എനിക്ക് തോന്നുന്നു അലിഗേറ്റർ ആണെന്ന് തോന്നുന്നു. വലിയ മീനാണ് തോന്നുക. അലിഗേറ്ററാണ്. ഇവിടെ അരാപ്പയമ്മേൻ്റെ ഫോട്ടോ വെച്ചാണ്. അപ്പോൾ എനിക്ക് സംശയമായി. നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കയ്യൊന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ അവന്മാർ അടിച്ച് കയറും. ഓക്കെ, അടുത്ത നമുക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കുന്ന കോഴികളെ, ഇത് നമ്മുടെ വെറൈറ്റി കോഴികൾ. ഇത് 2 വെറൈറ്റി കോഴിയാണ്. ഇത് നാടൻ കോഴികളല്ല കേട്ടോ. ഇത് കാട്ടുകോഴികളോ ഫാൻസി കോഴിയാണോ. അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കൂടുണ്ട്. ആ കൂടിലുള്ള ഷുഗർ ഗ്ലൈഡർ അവർ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങിക്കോട്ടെ. ഞാൻ അടുത്ത ഇതിൽ നോക്കാം. ഇതിലൊന്നും കാണാനില്ല. അപ്പം എന്തോ ഇവിടെ മിസ്സിങ് ആണ്. ഉണ്ടാവും എവിടെയെങ്കിലും എലികളോ എന്തെങ്കിലും ഉണ്ട്. ഇവിടെ കുറേ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെസ്റ്റ് സാധനം ഇത് പാമ്പ്. അടിപൊളി പാമ്പ്. ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. ഞാൻ അവിടുത്തെ അവിടെ സ്റ്റാഫുകളൊന്നുമില്ല, അല്ലെങ്കിൽ കൈയ്യെടുത്ത് തന്നിരുന്നു. ഞമ്മൊന്ന് എടുത്ത് നോക്കിയാലോ? തൊട്ട് നോക്കാം. അയ്യോ, നല്ല വഴുവഴുപ്പുണ്ട് കേട്ടോ. തൊട്ട് നോക്കട്ടെ. അവർ തൊട്ട് നോക്കാം. ഞാനത് തൊട്ട് നോക്കി. അവിടെ സ്റ്റാഫുകളൊക്കെ അവിടെ നോക്കി, അവിടെ ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ കയ്യിലെടുത്ത് തന്നിരുന്നേ. ഇങ്ങനെ സ്റ്റാഫുകളൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഒന്ന് തോണ്ടി നോക്കട്ടെ. അടിപൊളി. ഉറങ്ങിക്കട എന്തോ കഴിച്ചിട്ട് എലിയാണ് തിന്നുന്നത്. നോക്കി സ്റ്റാഫുകളൊന്നും കാണാത്തോണ്ട് ഞാൻ കേട്ടോ. എടുക്കണ്ട. ഒരു പാമ്പാണ്. ഇവിടുത്തെ ജീവനക്കാരില്ല, എന്നാലും ഞാൻ എടുത്തു നോക്കിയതാ. ഞങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ആഗ്രഹിച്ചപ്പോൾ
വീഡിയോ എടുത്തു പോവാ, ഒന്നും ആക്കില്ല, കിടക്കില്ല. അത് അടിപൊളിയാ. മലമ്പാമ്പാ തോന്നുന്നു കേട്ടോ, എനിക്ക് അതിന് പേരൊന്നും അറിയില്ല. എന്നാലും ആദ്യമായിട്ടൊരു പാമ്പിനെ തന്നെ എൻ്റെ മോള് ആയിരങ്ങടോ ആയിരോ പാവാട്ടോ, പാവം. പിന്നെ അവിടുത്തെ ആളില്ല എടുത്ത് തരാൻ. പക്ഷെ ഞാൻ എടുത്ത് കയ്യിലെടുത്ത് കാണുന്നുണ്ട്. അങ്ങോട്ട് പോവാ, എടുത്ത് പോവാ, നിങ്ങൾ കാണിച്ചു കൊടുക്കും, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? നീ ആ പെണ്ണതാ വെള്ളം എടുത്താ കട്ടാക്കി. ഇങ്ങനെ പേരെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി പെറ്റാട്ടോ. കയ്യില് ഭയങ്കര രസമുണ്ട് കേട്ടോ. അവളെ എൻ്റെ മോള് കാണിക്കുന്ന കോപ്പറായിട്ടും കാണിക്കുന്നു. കല്ലിൽ വെള്ളം നിറയ്ക്കും. തൊട്ടോക്ക് തൊട്ടോക്ക്. ഒന്നുമില്ല, ഒന്നാക്കൂല. ചുച്ചു ആ അവള് പേടിച്ചോടി. അത് കുഴപ്പമില്ല. അതാ അവളും അവിടെ ഉണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി പിന്നെ ഇവിടെ കിടന്നോട്ടെ, പാവാണ്. ബൈ ബൈ ടു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്നും ആക്കില്ല. അവനെ ഒന്ന് കഴിച്ചിട്ട് എടുക്കാണ്. കടിക്കൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അവന് പേടിച്ചോടാണ്. വേണ്ട, അവനൊന്നും ആക്കില്ല, പാവാണ്. പാവം പാമ്പ്. ചിലർക്ക് പാമ്പിനൊക്കെ പേടിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഞാൻ താളൊന്നുമില്ല, എന്നാലും ഞാനെടുത്ത് ഇതൊക്കെ കയ്യിലൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് വേണ്ടത്. ആ അത് രസമുണ്ടാവും. ഷെമി അങ്ങോട്ട് വാ, എവിടെ നിന്ന് ഒന്ന് വാ, അങ്ങോട്ട് വാ, ഒന്നുകൊണ്ട് വാ. ഒന്നും ആക്കില്ല, ഒന്ന് ഫോട്ടോ എടുത്താ. എൻ്റെ കയ്യിൽ ഒന്നും ആക്കില്ല, പേടിക്കേണ്ട ആവശ്യം. എൻ്റെ ഒരു മിനിറ്റ്. കട്ടാക്കണ്ട ഒന്ന് അത് കട്ടാക്കണം. വീഡിയോ ഉണ്ടാ ആണോ? അവർക്ക് അയച്ചു കൊടുക്കട്ടെ. ഹായ് ഹായ്. ഒന്നും ഇങ്ങോട്ട് വാ, എടുത്തിട്ട് വാ. ഒന്നും എന്നെ കടിക്കൊന്നുമില്ല, കടിക്കില്ല അവളെ. ഞാനതൊന്നുമില്ല, എടുത്തിട്ട് എടുക്കുന്നു. ഇതിനൊന്ന് മേടിച്ചാലോ എന്നാലോചിക്കും. ഇതൊന്ന് മേടിച്ചാലോ എന്നാലോചിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇത് എവിടുന്ന് കിട്ടാന്നെങ്കിലും പറഞ്ഞാ ഇത് മേടിച്ചാൽ നല്ല രസമാണ്. ഇത്രയും ക്യൂട്ട്, ഇത്ര ക്യൂട്ടായിട്ടുള്ള ഒരു പെറ്റിനെ ഞാനൊന്ന് ജീവിതത്തിൽ വളർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പക്ഷെ ഒന്ന് മേടിക്കാം. അത് നല്ല ഇലക്കല്ലേ, ക്യൂട്ടായിട്ട്. ഹായ് ഐറ, താഞ്ചോ ഐറ കാണിച്ചോ. ആലേ ഇവന് നല്ല രസം കേട്ടോ, അടിപൊളി. നല്ല സ്കിന്ന്, സോഫ്റ്റ് സ്കിന്ന്, ഇളക്കല്ലേ. ഇങ്ങോട്ട് കൊണ്ടേ കണ്ട അവിടെ വെക്ക. ആളെ പെണ്ണെന്നൊക്കെ അറിയില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ക്യൂട്ടാട്ടാ, ക്യൂട്ട്. കണ്ട ക്യൂട്ടാണ്.